finally. Good morning. Good morning, ma'am. Morning. Morning, ma'am. Good morning, ma'am. Good morning. Morning, ma'am. Good morning. Good morning, ഇന്ന് ma'am. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇന്ന് പ്രതീക്ഷിച്ചാരെങ്കിലും? Good morning, ma'am. ഇല്ല ഇന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. വന്നു വരേണ്ടി വന്നു. ജിഷ് ടീച്ചർ ലീവാണ്, അതുകൊണ്ട് ക്ലാസ് എടുക്കേണ്ടി വന്നു കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് പ്രയറോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ആരാണ്? ഞാനാണ് മാം. ഓക്കെ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ തൻ പാദതാരിൽ കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. വിറയാർന്ന കൈകൾ ചലിക്കുന്ന നേരം, നീറുന്ന കരളിന്റെ കൈക്കുമ്പിളി നീ ചൊരിയൂകനാഥാനിൻ സ്നേഹധാര. നേരിന്റെ പാത തുറക്കണേ ദേവാ, നേരിന്റെ പാത തുറക്കണേ ദേവാ, നേരിന്റെ പാത തുറക്കണേ ദേവാ. ജെറുഷ വർഗീസ് ഒരു ഡൗട്ട് ചോദിക്കണം. മിസ്സിന്റെ നെയിം അപർണ മിസ് എന്നല്ലേ? എന്റെ പേര് അപർണ എന്നല്ല, അപർണ വേറെ ടീച്ചറാണ്. എന്റെ പേര് അശ്വതി എന്നാണ് കേട്ടോ. ഓക്കെ. ദെൻ സൈൻ ഇൻ ആരാണ്? സൈൻ ഇൻ മിസ് ഞാൻ. Good morning, ma'am, and good morning, my dear friends. I am Jerusha. I hope you all are doing well. I am doing fine. Today, I will do the sign-in for Ashwathi ma'am's class. Ashwathi ma'am and all my classmates are invited to our class today. Let's start today's class with the quote from Nelson Mandela. A winner is a dreamer who never gives up. Thank you, Ashwathi ma'am, for sharing your valuable time with us. Then thought of the day. ഞാനാണ് മാം. If you want to shine like a sun, first burn like a sun. സൂര്യനെ പോലെ പ്രകാശിക്കണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ ജ്വലിക്കണം. ഡോക്ടർ APJ അബ്ദുൽ കലാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? അപ്പൊ ഇന്നലെ നമ്മള് 5 ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച്. ആര്യ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മള് 5 ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ 5 ഡിഫൻസ് മെക്കാനിസവും ഒന്ന് ചുരുക്കി പറയാം. ഷോർട്ട് ആയിട്ടൊന്ന് ആരെങ്കിലും ഒന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഡിഫൻസ് മെക്കാനിസത്തിലേക്ക് കടക്കാം. 5 എണ്ണവും പറയണം. ഒന്നാമത്തത് കോമ്പൻസേഷൻ, അതായത് നഷ്ടപരിഹാരം. ഒരു മേഖലയിൽ പരാജയപ്പെട്ട വ്യക്തി മറ്റൊരു മേഖലയിൽ വിജയം കണ്ടെത്തി ആ പരാജയത്തെ മറികടക്കുന്നു. അതായത് എക്സാമ്പിള്, ഒരു സ്റ്റുഡന്റ് ഒരു എക്സാമിൽ അല്പം മോശമാണെങ്കിലും ചിലപ്പോൾ അവൻ അത് കവർ ചെയ്ത് ഒരു സ്പോർട്സിൽ മുന്നേറുന്നു. രണ്ടാമത്തത് റേഷണലൈസേഷൻ. അങ്ങനല്ലേ മിസ്സേ അതെ പറയുന്നത്?
അതായത് ഫെയിലിയർ നടക്കുന്ന സമയത്ത് തെറ്റായ ന്യായീകരണങ്ങൾ നടത്തി നമ്മളെ തന്നെ ന്യായീകരിക്കുന്നതിനെയാണ് റേഷണലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് എക്സാം ജയിക്കാത്ത കുട്ടി ഞാൻ പഠിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ മോശമായിരുന്നു എന്നൊക്കെ എക്സ്ക്യൂസ് പറയുന്നത്. മൂന്നാമത്തേത് പ്രൊജക്ഷൻ, അതായത് മറ്റുള്ളവരിൽ കുറ്റം ചാർത്തുന്നു. നമുക്ക് ഒരു പരാജയം സംഭവിച്ചാൽ അത് മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഐഡന്റിഫിക്കേഷൻ. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം മറ്റൊരാൾ ചെയ്ത് സക്സസ് ആയാൽ അവരുടെ വിജയം നമ്മുടേതാണെന്ന് കൂടി കണക്കാക്കി അതിൽ സന്തോഷം കണ്ടെത്തുന്നു. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ക്രിക്കറ്റേഴ്സ്, ആക്ടേഴ്സ്, അവരുടെയൊക്കെ വിജയം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറിന്റെ ഒരു മൂവി വലിയൊരു വിജയമാവുകയാണെങ്കിൽ അത് നമ്മുടെയും കൂടെ വിജയമായി കണക്കാക്കി നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തുന്നു. അടുത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്ക് ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുകയും അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. താങ്ക് യു. ഓക്കെ, ജെറുഷ വർഗീസേ. ജെറുഷ എന്ന് തന്നെയല്ലേ Yes, പേര്? miss. അതെ. ഇന്നലെ കുറെ കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇപ്പൊ അഖില പറഞ്ഞ പോലെ ഒന്ന് ഷോർട്ട് ആയിട്ട് ഒന്ന് പറയാവോ? അയ്യോ മിസ്സേ, ഞാൻ പ്രിപ്പയർഡ് അല്ല. ചെയ്തിട്ടില്ല? ഞാൻ പ്രിപ്പയർഡ് അല്ല. പറയാനായിട്ട് പറ്റില്ല, ഷോർട്ട് ആയിട്ട് പറയാൻ പറ്റില്ല. മനസ്സിലാക്കിയ കാര്യം മാത്രം മതി. മിസ് ഇംഗ്ലീഷിലാണെങ്കിൽ പറയാമായിരുന്നു. ഇംഗ്ലീഷിൽ പറയാം. ഓക്കെ, 5 എണ്ണത്തിന്റെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി, അവർ കേട്ടോളൂ. മിസ്സേ വായിച്ചാ മതിയോ? എന്താ വായിച്ചാ മതിയോ? അത് PDF ഉള്ള കാര്യം വായിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇന്നലെ ഞാൻ ക്ലാസ് എടുത്തപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ഒന്ന് പറയാനാണ് പറഞ്ഞത്. എക്സാമ്പിൾസ് പറയാം. എക്സാമ്പിൾസ് പറഞ്ഞാൽ മതി 5 എണ്ണത്തിന്. Compensation. A student struggling academically might excel in athletics or other extracurricular activities. Second, rationalization. Someone who fails an exam might rationalize their poor grade by blaming the instructor's teaching style rather than acknowledging their own lack of preparation. Projection. A person who feels jealous might accuse their partner of being jealous instead. Identification. A person might mimic their favorite celebrity's style to feel more admired or adopt their boss's leadership style to gain influence. Substitution. Channeling unacceptable impulses into socially acceptable behaviors. Okay, thank you, Jerusha. Thank you, ma'am. എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ ഇനി ആർക്കെങ്കിലും? ഇവര് പറഞ്ഞതിലും കൂടുതൽ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഇല്ല മാം. മാം, ഈ റേഷണലൈസേഷൻ എന്തുവാ? ഞാൻ ഇന്നലത്തെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അത് എനിക്ക് ക്ലിയർ ആയില്ല. ബാക്കിയെല്ലാം ഇപ്പൊ കിട്ടി. ഒരാളൊന്ന് റേഷണലൈസേഷൻ പറഞ്ഞോണ്ടേ. അഖില ഒന്ന് പറഞ്ഞോണ്ട്. ആരെങ്കിലും ഒരാൾ പറയും. എടാ, അതായത് നമുക്കൊരു ഫെയിലിയർ നടക്കുന്ന സമയത്ത് തെറ്റായ ന്യായീകരണങ്ങൾ നടത്തി നമ്മളെ തന്നെ നമ്മൾ ന്യായീകരിക്കുമല്ലോ, അതിനെയാണ് റേഷണലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോൾ എക്സാമിൽ തോറ്റെങ്കിൽ ഞാൻ തോറ്റത് ഞാൻ പഠിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ മോശമായിരുന്നു, അല്ലെങ്കിൽ ടീച്ചർ നല്ല രീതിയിൽ നമുക്ക് അതിന്റെ ക്ലാസ് എടുത്തു തന്നില്ല, ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് അല്ല വന്നത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അങ്ങനെ നമ്മുടെ ഫെയിലിയറിനെ നമ്മൾ മറ്റൊരാളിൽ നമുക്ക് സ്വയമായിട്ടൊരു ന്യായീകരണം നടത്തുന്നതിനെയാണ് റേഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യുടാ. എനിക്ക് മനസ്സിലായി. ബാക്കി ഇപ്പൊ അഖില പറഞ്ഞോണ്ട് എനിക്കിപ്പൊ എല്ലാം കിട്ടി. ഇന്നലെ ഇല്ലായിരുന്നു. റെക്കോർഡ് ക്ലാസ് ആണ്, ഉച്ച കഴിഞ്ഞല്ലേ വരുത്തോളൂ. അങ്ങനെ അതും കണ്ടില്ലായിരുന്നു. അത് തന്നല്ല മേഡം, നമ്മൾ ഈ റെക്കോർഡഡ് ക്ലാസ് കേൾക്കുമ്പോഴേ ഞങ്ങളും കൂടി ഈ സംസാരിക്കുമല്ലേ ഇതിന്റെ ഇടയ്ക്ക് കിടന്ന്, അതുകൊണ്ട് ഞങ്ങൾക്ക് കേട്ട് ഒരു നോട്ട് കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കാനേ പറ്റത്തില്ല.
അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ ഇന്ററാക്റ്റീവ് ടെസ്റ്റിലാണ് പോവുക. അത് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ട് നമ്മൾ ഇന്ററാക്റ്റീവ് ആയിട്ടാണ് പോവുക. എന്നാലും മാത്രമേ നമ്മുടെ മോണ്ടിസോറിയുടെ ക്ലാസ് സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. അതെ. ഓക്കെ മാം, പ്രൊജക്ഷനും ഏകദേശം അതുപോലെയല്ലേ? എന്താണ്? പ്രൊജക്ഷനും ഏകദേശം അതുപോലെ തന്നെയാണ്, പക്ഷെ വ്യത്യാസമുണ്ട്. വ്യത്യാസം വരാം കേട്ടോ. രണ്ടിലും ഞാൻ രണ്ട് തരത്തിലുള്ള എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് sublimation. Okay, it's a form of mechanism of substitution in which our unacceptable desires or activities are redirected into socially desirable channels. Okay, എന്താണ് സബ്ലിമേഷൻ എന്ന് നോക്കാം നമുക്ക്. അതായത് ഒന്നിന്റെ കുറവ് നികത്താൻ മറ്റൊന്നിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നിന്റെ കുറവ് നികത്താൻ വേണ്ടിയിട്ട് മറ്റൊന്നിൽ നമ്മൾ ആശ്രയിക്കുന്നു അല്ലെങ്കിൽ മറ്റൊന്നിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ സബ്ലിമേഷൻ എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ സബ്ലിമേഷൻ വരാം കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ദേഷ്യം വരുമ്പോൾ നമ്മുടെ ജോലി സ്ഥലത്താണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സുപ്പീരിയർ നമ്മളോട് ഭയങ്കരമായിട്ട് എന്താണ് ഒരു ഫയല് സബ്മിറ്റ് ചെയ്യാത്തതിനെ തുടർന്ന് നമ്മളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പോ അയാള് ഭയങ്കരമായിട്ട് മറ്റുള്ളവരുടെ രീതിയിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്തു. അപ്പൊ നമുക്ക് തിരിച്ചൊന്നും പറയാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, സുപ്പീരിയർ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി നഷ്ടപ്പെടും അല്ലെ? അപ്പൊ നമുക്ക് മിണ്ടാതിരിക്കാനേ നിവൃത്തിയുള്ളൂ. പക്ഷെ ആ ഒരു ക്യാബിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാണ്? ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ഇപ്പോ എന്താണ് പറയാ, നമ്മൾ ബാത്റൂമിന്റെ സൈഡിൽ പോയിട്ട് ഭയങ്കരമായിട്ട് കൈകൊണ്ട് ഇടിക്കുകയാണ്. അതായത് സ്വയമേ തന്നെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കസേര വലിച്ചെറിയാം, അല്ലെങ്കിൽ മേശപ്പുറത്തിരിക്കുന്ന ഫയൽസ് വലിച്ചെറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ദേഷ്യം തീർക്കാൻ വേണ്ടി ചെയ്യുന്നതായിട്ട് കാണാം. ഇതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ദുൽഖർ സൽമാന്റെ ഒരു സിനിമയുണ്ട്, കലി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതിനകത്ത് സബ്ലിമേഷൻ ആണ് നടക്കുന്നത്. ദുൽഖർ സൽമാന്റെ ഒരു സീരിയൽ വരുന്നുണ്ട്. അയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. ആളുകൾ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. പക്ഷെ ആ ദേഷ്യം പ്രകടിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് ആ സമയം സാധ്യമല്ല. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ആ ദേഷ്യം അദ്ദേഹം തീർക്കുന്നുണ്ട്. ഒന്നിന്റെ കുറവ് നികത്താൻ. മിസ്സേ, ഇതിനൊരു ഉദാഹരണം നമ്മുടെ മലയാളത്തിലെ മൈബോസ് എന്ന് പറയുന്ന മൂവി ഇല്ലേ, ദിലീപിന്റെ മൈബോസ് എന്ന് പറഞ്ഞ മൂവിയില് ഇങ്ങനത്തെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഏതായിരുന്നു ആ സീൻ? ഏതായിരുന്നു? ഞാൻ ഓർക്കുന്നില്ല. അതായത് മമത മോഹൻദാസേ ഇവനെ അകത്ത് അവർ ഓഫീസിനകത്ത് വിളിച്ച് കുറേ കുറ്റവും ഇവന്റെ കുറ്റങ്ങൾ തന്നെ പറയുമ്പോ അവിടെ ചിരിച്ചുകൊണ്ട് നിന്ന് കേട്ടിട്ട് ബാത്റൂമിൽ ചെന്നിട്ട് അവിടുത്തെ എന്തോ ബക്കറ്റൊക്കെ ചവിട്ടി പൊട്ടിക്കുകയോ ഇവരെ ചീത്ത വിളിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സീനുണ്ട് അതിനകത്ത്. പിന്നെ എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടെങ്കിൽ പറയട്ടെ നിങ്ങൾക്ക്. ഞാനിപ്പോ പറഞ്ഞതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടെങ്കിൽ കൂടുതൽ പറയാം. അപ്പൊ മറ്റുള്ളവർക്ക് അതൊരു നോളജ് ആവുമല്ലോ. മിസ്സേ, എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ട് എക്സാമ്പിൾ. എന്താണ്? ഇംഗ്ലീഷ് എനിക്ക് ഇത് സിംപ അതിന്റെ എക്സാമ്പിൾ കിട്ടിയിട്ടുണ്ട്. വായിക്കട്ടെ മിസ്സേ? വായിച്ചു. A student who blames external factors for poor grades rather than studying. ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ ജെറുഷ പറയുന്ന കാര്യങ്ങളൊക്കെ. എടാ അതൊന്ന് മലയാളത്തിലും കൂടെ ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞേടാ. മലയാളത്തിലും കൂടി അതൊന്ന് ഡീറ്റെയിൽ ചെയ്ത് പറയാവോ ജെറുഷ? ഓക്കെ മിസ്, ഒരു മിനിറ്റ്. ആദ്യം ഇംഗ്ലീഷിൽ പറയാം, അത് കഴിഞ്ഞിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ മലയാളത്തിൽ പറയാം. മിസ്, ഒരു മിനിറ്റ്. മിസ്, അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ? മിസ് ആദ്യം പറഞ്ഞില്ലേ ഒന്നിന്റെ കുറവ് നികത്താൻ, അതിന്റെ ബാക്കി ഒന്നും കൂടെ പറയൂ. ഒന്നിന്റെ കുറവ് നികത്താൻ മറ്റൊന്നിൽ ആശ്രയിക്കുന്നു അല്ലെങ്കിൽ മറ്റൊന്നിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഞാൻ ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. ഒരു തരത്തിലുള്ള സബ്ലിമേഷൻ ആണ് പറഞ്ഞത്. ഇനി വേറൊരു തരത്തിലുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
ഒന്നിന്റെ കുറവ് നികത്താൻ മറ്റൊന്നിൽ ആശ്രയിക്കുന്നതാണ് സബ്ലിമേഷൻ. മിസ്സേ പറയട്ടെ? പറഞ്ഞോളൂ ജെറുഷ പറഞ്ഞു. പഠനത്തെക്കാൾ മോശം ഗ്രേഡുകൾ ഘടനകളെ കുറ്റപ്പെടുത്തുന്ന ഒരു വിദ്യാർത്ഥി. ഒന്നും കൂടി എടാ ജെറുഷ, നീ ആണെങ്കിൽ അതിന്റെ എക്സാക്ട് മലയാളം പറയാതെ നിനക്കത് മനസ്സിലായത് എന്തുവാന്ന് ഞങ്ങൾക്ക് പറഞ്ഞു, അപ്പോഴല്ലേ ഞങ്ങൾക്ക് പിടി കിട്ടത്തുള്ളൂ. അതെ അതെ. ജെറുഷക്ക് മലയാളം ഒട്ടും സംസാരിക്കാൻ അറിയില്ലേ? മിസ്സേ, ഞാൻ ഇവിടെ അല്ല പഠിച്ചത്, മഹാരാഷ്ട്രയിലായിരുന്നു. കേൾക്കുന്നില്ല, ജെറുഷ പറയുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാ കേൾക്കുന്നേ. മിസ്സേ, ഞാൻ 10th വരെ മഹാരാഷ്ട്രയിലായിരുന്നു പഠിച്ചത്. +1 +2 ഇവിടെ. മഹാരാഷ്ട്രയിലാണ് പഠിച്ചത്? അതെ അതെ. ഓക്കെ ഓക്കെ. കുറച്ചെങ്കിലും സംസാരിക്കാൻ, കേൾക്കുന്നതൊക്കെ മനസ്സിലാവില്ലേ? മിസ് മനസ്സിലാവും. അതിന്റെ ഇംഗ്ലീഷ് തന്നെ ഒന്നും കൂടി പറയാവോ? ഇംഗ്ലീഷ് തന്നെ പറയാവോ ആദ്യം പറഞ്ഞത്? ഓക്കെ മിസ്സേ. ഒന്ന് എഴുതി എടുക്കട്ടെ അവര്, കേട്ടോ? നിർത്തി നിർത്തി പറഞ്ഞു കൊടുക്കാം. ഓക്കെ മിസ്, ഞാൻ അവിടെ ടൈപ്പ് ചെയ്താൽ മതിയോ? അന്ന് ടൈപ്പ് ചെയ്താലും മതി. ടൈപ്പ് ചെയ്താലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? കാണാൻ പറ്റും പറ്റുമോ? പറ്റും. ടൈപ്പ് ചെയ്തിട്ടോളൂ, ടൈപ്പ് ചെയ്തിട്ടോ. ഓക്കെ മിസ്. ഓക്കെ, ജെറുഷ ടൈപ്പ് ചെയ്തോട്ടെ. അപ്പൊ നമുക്ക് വേറൊരു കാര്യം കൂടി നമുക്ക് അതിന്റെ അകത്ത് പറയാനുണ്ട് സബ്ലിമേഷനില്. അതായത് ഞാൻ ആദ്യത്തെ ഒരു പോയിന്റ് പറഞ്ഞു, ഒന്നിന്റെ കുറവ് നികത്താൻ വേണ്ടിയിട്ട് മറ്റൊന്നില് ആശ്രയിക്കുന്നതാണ് എന്ത് സബ്ലിമേഷൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ദേഷ്യം വരുമ്പോൾ നമ്മൾ ആ ദേഷ്യം തീർക്കാനായിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്കത് ഈ ഒരു രീതിയോട് റിലേറ്റ് ചെയ്യാം. ഇപ്പോ കുട്ടികളില്ലാത്ത, ചിൽഡ്രൻസ് ഇല്ലാത്ത പാരന്റ്സ് എന്ത് ചെയ്യാറുണ്ട്? അനാഥാലയങ്ങളിൽ പോയിട്ട് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണവും അതുപോലെ തന്നെ വസ്ത്രവും അങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ, ടോയ്സ് ഒക്കെ നിറച്ച് മേടിച്ചു കൊടുക്കാറുണ്ട്, അല്ലെ? ഇത് ഒരു തരത്തിൽ പറഞ്ഞാല് അവർക്ക് കുട്ടികളില്ലാത്തതിന്റെ പോരായ്മ നികത്തുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുവാണ്? മറ്റൊന്നിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? സബ്ലിമേഷന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, കേട്ടോ? ഓക്കെ, ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. കുട്ടികളില്ലാത്ത പാരന്റ്സ് അനാഥാലയങ്ങളിൽ, ഓർഫണേജുകളിലൊക്കെ പോയിട്ട് അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫുഡും അതുപോലെ തന്നെ ക്ലോത്ത്സും ടോയ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് സബ്ലിമേഷന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ രണ്ട് തരത്തിൽ ഇത് ഉണ്ട്, കേട്ടോ? ഓക്കെ, ക്ലിയർ ആണോ സബ്ലിമേഷൻ? ഓക്കെ ആണ്. എന്തെങ്കിലും എക്സാമ്പിൾ? നമ്മളെ മക്കളൊക്കെ ദേഷ്യം വന്ന ടോയ്സ് ഒക്കെ വലിച്ചെറിയുന്നില്ലേ? അത് ഇതിൽ പെടുവോ? കുട്ടികൾ നമ്മളോട് ഇപ്പൊ ദേഷ്യം വന്നാല് കയ്യിലുള്ള ടോയ്സ് ഒക്കെ വലിച്ചെറിയുന്നില്ലേ? അതെ അതെ, കുട്ടികളുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. വലിയവരുടെ കാര്യം മാത്രമല്ല പറയുന്നത്, കുട്ടികളുമായിട്ട് ഇത് റിലേറ്റ് ചെയ്യാം.
അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാല് അവരെന്താണ് ചെയ്യുക? ചിലപ്പോ നമ്മളെ തല്ലാനായിട്ട് അവർക്ക് പറ്റിയെന്ന് വരില്ല, അല്ലെ? അവര് നമ്മളെ തല്ലില്ല. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യുന്നു? അവർക്ക് കൈ കിട്ടിയ കാര്യങ്ങളൊക്കെ അവര് വലിച്ചെറിയും. അതൊക്കെ സബ്ലിമേഷന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ. കുട്ടികൾക്ക് എന്തെങ്കിലും സാധനം മേടിച്ചു അവർക്ക് അത് ഇഷ്ടമുള്ള സാധനം, പക്ഷെ നമ്മളത് മേടിച്ചു കൊടുക്കൂല. അവർക്ക് അതുപോലെ സാധനം ഉണ്ട്, പക്ഷെ നമ്മളത് മേടിച്ചു കൊടുത്തിട്ട് ഇത് സപ്ലിമേഷൻ തന്നെ പെടുവോ? ഏതാണ് സാധനം അവർക്ക് മേടിച്ചു കൊടുത്തില്ല? ആ, അപ്പൊ അവർക്ക് അത് കണ്ടിട്ട് വാശി പിടിക്കും. വാശി പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് തന്നെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മേടിച്ചു കൊടുക്കാണ്ടിരിക്കില്ലല്ലോ. അപ്പൊ അത് സപ്ലിമേഷനിൽ പെടുവോ? അതും സപ്ലിമേഷനിൽ പെടും. ഒന്നിന്റെ കുറവ് നികത്താൻ വേണ്ടിയിട്ടല്ല അവര് വേറൊന്നിൽ ആശ്രയിക്കുന്നേ. അങ്ങനെ നിങ്ങൾ റിലേറ്റ് ചെയ്താൽ മതി. അത് സപ്ലിമേഷനിൽ പെടുന്നതാണ് കേട്ടോ. ഓക്കെ. ഓക്കെ. പേരൻസ് തമ്മിൽ വഴക്ക് കൂടി അത് കുട്ടിയെ അടിക്കുക അങ്ങനെയൊക്കെ ചെയ്യണതും അതിൽ പെടില്ലേ? ആ, അതിൽ പെടുന്നതാണ്. അതും അതിനകത്ത് പെടുന്നതാണ്, സബ്ലിമേഷനിൽ വരുന്നതാണ്. ഓക്കെ. ഓക്കെ. ദെൻ അടുത്തത് പറഞ്ഞോട്ടെ. എന്നാ റിപ്രഷൻ പറഞ്ഞോട്ടെ. പറഞ്ഞോ മിസ്സേ. റിപ്രഷൻ നിങ്ങളൊന്ന് വായിക്കുക കേട്ടോ. ആദ്യം നിങ്ങളൊന്ന് വായിക്കുക, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് ലൈനിൽ ഇമോഷൻസ് ആൻഡ് ഡിസൈർസ് എന്നും കൂടി ഉണ്ട് കേട്ടോ. DESIRES. അത് കിടക്കുന്നത് ഡിസൈർസ് എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. ലാസ്റ്റ് ലൈനിൽ ഇമോഷൻസ് ആൻഡ് ഡിസൈർസ് എന്നും കൂടി ഉണ്ട്. നീങ്ങിയാണ് കിടക്കുന്നത്. റിഗ്രഷന്റെ എവിടെയാണ് ഡിസൈർസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് കിടക്കുന്നത്? അങ്ങനെയല്ല. ടെസ്റ്റിന് നന്നായിട്ട് തന്നെ കിടക്കുന്നേ. മിസ്സേ, ഒരു മീനിങ്, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഈ നോംസിന്റെ മീനിങ് എന്തോ മിസ്സേ? എന്താണ് നോംസ്? NORMS. നോംസ് എന്ന് പറഞ്ഞാല് ആചാരങ്ങൾ എന്നൊക്കെ പറയില്ലേ നമ്മൾ പിന്തുടരുന്ന ചില കാര്യങ്ങളുണ്ട്. നോംസ് ആചാരങ്ങൾ എന്നാണ് കറക്റ്റ് ആയിട്ട് എന്റെ മീനിങ് വരിക. നോംസ് ആൻഡ് വാല്യൂസ്, മൂല്യങ്ങള്, കൾച്ചർ, നമ്മൾ ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ. താങ്ക് യു മിസ്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് റിപ്രഷൻ എന്ന് നോക്കാം. എന്തെങ്കിലും ഐഡിയ കിട്ടിയോ നമുക്ക് വായിച്ചു കഴിഞ്ഞപ്പോ? റിപ്രഷൻ ഇവിടെ ഫ്രോയിഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫ്രോയിഡ് ഡിസ്ക്രൈബ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ തർക്കമാണ്. കോൺഫ്ലിക്റ്റ്. ഓക്കെ. ഫ്രോയിഡ് എന്ന് പറഞ്ഞാല് സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ആരാണ് സിഗ്മണ്ട് ഫ്രോയിഡ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആരാണ്? കേട്ടിട്ടില്ലേ? സയന്റിസ്റ്റ് ആണ്. സയന്റിസ്റ്റ് ആണെന്നറിയാം. സയന്റിസ്റ്റ് ആണോ സിഗ്മണ്ട് ഫ്രോയിഡ്?
നമ്മുടെ മണിച്ചിത്രത്താഴില് പറയുന്നുണ്ടല്ലോ തിലകൻ മോഹൻലാലുമായിട്ട് സംസാരിക്കുമ്പോൾ. ന്യൂറോളജിസ്റ്റ് ആണ്. ന്യൂറോളജിസ്റ്റ് ആണോ? Psychologist. ഞാൻ മനഃശാസ്ത്രജ്ഞനാണ്. മനഃശാസ്ത്രത്തിന്റെ പിതാവാണ്. സൈക്കോളജിയുടെ ഫാദർ ഓഫ് സൈക്കോളജി സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇതുവരെ കേട്ടിട്ടില്ല? അബോധ മനസ്സെന്നും ബോധ മനസ്സെന്നും മനസ്സിനെ തിരിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. മനസ്സിന്റെ ഗാഥ അല്ലെങ്കിൽ മനസ്സിന്റെ വിശാലമായ തലത്തിലേക്ക് ആളുകളെ സഞ്ചരിപ്പിക്കാൻ പഠിപ്പിച്ചതൊക്കെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് ലോകത്ത് കുറെ അധികം സംഭാവനകള് മനഃശാസ്ത്രത്തിൽ നൽകിയിട്ടുണ്ട്. അതിനകത്ത് ഒരാളാണ് സിഗ്മണ്ട് ഫ്രോയിഡ്, പിന്നെ ഒരാളാണ് മോഹൻലാൽ എന്ന് പറയുന്നുണ്ട്. ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫാദർ ഓഫ് സൈക്കോളജി സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് കേട്ടോ. നമുക്കൊരു മനസ്സുണ്ട്, അതിനുള്ളിൽ ഒരു അബോധ മനസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞത് ആരാണ്? അത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് പറഞ്ഞത്. അപ്പോ ഫ്രോയിഡ് പറയുന്നുണ്ട് ഇവിടെ റിപ്രഷനില് ഫ്രോയിഡ് പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ബോധ മനസ്സുണ്ട് അബോധ മനസ്സുണ്ട് അല്ലെ? ബോധ മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? ബോധ മനസ്സ് നമുക്ക് ഇപ്പോഴുള്ളത്, നമ്മൾ ഉണർന്നിരിക്കുന്നതാണ് ബോധ മനസ്സ്. നമ്മൾ ഉണർന്നിരിക്കുന്ന ആ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ നമുക്ക് ബോധ മനസ്സാണ് അല്ലെ? അബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ അല്ലെ? നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളിൽ എന്താണ്? അബോധ മനസ്സിന്റെ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇത്തരത്തില് രണ്ട് തരം, അതായത് മൈൻഡിനെ ബോധ മനസ്സെന്നും അബോധ മനസ്സെന്നും ആര് തിരിച്ചിട്ടുണ്ട്? ഫ്രോയിഡ് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ റിപ്രഷൻ എന്ന് പറയുന്നത് ഒരു തരം അടിച്ചമർത്തലാണ്. ഓക്കെ, ഒരു തരം അടിച്ചമർത്തൽ എന്ന് നമുക്ക് പറയാം. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാല് നമ്മൾ ആ പ്രശ്നങ്ങള് അബോധ മനസ്സിലേക്ക് കുഴിച്ചിടാനായിട്ട് നോക്കും, അല്ലെങ്കിൽ അബോധ മനസ്സിൽ അത് കുഴിച്ചു മൂടാനാണ് നമ്മൾ നോക്കുക. ഓക്കെ, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ആക്സിഡന്റ് നടന്നു. ഓക്കെ, അതായത് നമ്മളും നമ്മുടെ ഒരു ഫ്രണ്ടും സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു വാഹനമായിരുന്നു. അത് ഒരു സ്പോട്ടിൽ വെച്ചിട്ട് ആക്സിഡന്റ് ആയി. ഭാഗ്യവശാൽ നമ്മൾക്കൊന്നും പറ്റിയില്ല, പക്ഷെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ആ സ്പോട്ടിൽ തന്നെ വെച്ച് മരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഓക്കെ, നമുക്ക് ആ ഒരു സങ്കടം കുറേ നാളത്തേക്ക് ഉണ്ടാവും. കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ്, നമ്മൾ കണ്ടു, അയാൾ മരിക്കുന്ന ആ ഒരു ഇതൊക്കെ നമ്മൾ കണ്ടു, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പൊ നമുക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകും? ഇത് കുറെ നാളത്തേക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടാവില്ലേ? അപ്പോ നമുക്ക് ആ സ്ഥലം കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര പേടി ഉണ്ടാവും, നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. ഇത് നമുക്ക് നമ്മളെ മാനസികമായിട്ട് പല ബുദ്ധിമുട്ടുകളും നമ്മൾക്ക് ഉണ്ടാക്കും അല്ലെ? ചിലപ്പോൾ നമുക്ക് ആരോടും സംസാരിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. കുറെ കാലം നമ്മൾ ഒരു റൂമിൽ അടച്ചു തന്നെയായിരിക്കും ഇരിക്കുന്നത്, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയാല് ആ ഫ്രണ്ടിന്റെ ചിന്തകളാണ് മനസ്സിൽ, ആ രംഗം, ആക്സിഡന്റ് നടന്ന രംഗങ്ങളൊക്കെയാണ് നമുക്ക് മനസ്സിലേക്ക് വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറെ നാള് കഴിയുമ്പോൾ ഇത് ബോധ മനസ്സിലേക്ക് അല്ലെങ്കിൽ അബോധ മനസ്സിലേക്ക് ഇതിനെ കുഴിച്ചു മൂടാനായിട്ട് ശ്രമിക്കും. അബോധ മനസ്സിൽ നമ്മളിത് കുഴിച്ചു മൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോധ മനസ്സിലേക്ക് ഈ കാര്യങ്ങൾ വരില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. അതിനകത്ത് നമുക്ക് ആ ഒരു സിനിമയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ആ സിനിമയില് അവസാനം ആ ശോഭനയുടെ ക്യാരക്ടർ ഒരാളെ കൊല്ലാനായിട്ട് നോക്കുന്നുണ്ട് അല്ലെ? സുരേഷ് ഗോപിയെ കൊല്ലാനായിട്ട് നോക്കുന്നുണ്ട്. അത് പറഞ്ഞാൽ ആ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ, അതായത് ആ ഒരു മർഡർ അല്ലെങ്കിൽ ആ ഒരു കൊല അവിടെ അവര് ശോഭന എന്ന് പറയുന്ന ക്യാരക്ടർ സുരേഷ് ഗോപിയെ കൊല്ലുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ആ ഒരു പ്രതിമയെ കൊല്ലുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അത് നടത്തി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാല് ആ ഒരു സംഭവം അവരുടെ അബോധ മനസ്സിലേക്ക് കുഴിച്ചു മൂടാണ് ഉണ്ടാവുന്നത്. പിറ്റേ ദിവസം അവർ ഉണരുമ്പോൾ അവർക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല. ഓർമ്മയുണ്ടോ അവർക്ക്? ആ ക്യാരക്ടർ എന്തെങ്കിലും ഓർമ്മയുണ്ടോ അവിടെ നടന്ന കാര്യങ്ങള്? ഇല്ല അല്ലെ? എന്തുകൊണ്ടാണത്? അബോധ മനസ്സിലേക്ക് ആ കാര്യങ്ങള്, ആ ഇന്നലെ തലേ ദിവസം നടന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കുഴിച്ചു മൂടുന്നുണ്ട്. പിന്നീട് ഒരിക്കലും അത് ബോധ മനസ്സിലേക്ക് വരുന്നില്ല. അപ്പോ വളരെ കാലം മുമ്പ് നടന്ന, പിന്നെ എനിക്ക് ഈ ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞു, അതായത് ഈ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ബോധ മനസ്സിലേക്ക്, ഒരു കൗൺസിലിംഗ് ഒക്കെ നമ്മൾക്ക് ആവശ്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ചികിത്സയ്ക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചിന്തകളെ നമുക്ക് അബോധ മനസ്സിലേക്ക് കുഴിച്ചു മൂടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ പിന്നീട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സംഭവം ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട്
വരാറില്ല. പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾക്ക് വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ചില ആളുകൾക്ക് ചെറുപ്പത്തിൽ ചില അഫെയർ ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ, ലവ് അഫെയർ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ചിലവര് നല്ല സത്യസന്ധമായിട്ട് സ്നേഹിക്കുന്നവരുണ്ടാവാം, അല്ലാത്തവര് ചിലപ്പോ എന്തെങ്കിലും ആഗ്രഹങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള അഫെയറുകളിലൊക്കെ ഏർപ്പെടുന്നത്. അപ്പൊ ഇപ്പൊ അത് ഞാനിപ്പോ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതിൽ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ പരസ്പരം ചതിക്കുന്ന കൂട്ടരുണ്ട് അതിനകത്ത് അല്ലെ. അപ്പോ ഒരാണും ഒരു പെണ്ണും തമ്മിൽ സ്നേഹിച്ചു, അതിനകത്ത് ഒരാള് ചതിച്ചു, മറ്റേ ആൾക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമായി, അത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഡിഫൻസ് മെക്കാനിസം ഇല്ലെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? സൂയിസൈഡ് ചെയ്യും. സൂയിസൈഡ് അറ്റംപ്റ്റിനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. കുറെ നാള് വിഷമങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകും, പക്ഷെ അത് എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ട് കുറെ നാള് കഴിയുമ്പോൾ മറ്റുള്ളവരുടെയൊക്കെ കൗൺസിലിങ്ങിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ ഉപദേശങ്ങളും മൂലവും ഒക്കെ എന്ത് ചെയ്യും, ആ ആളെ നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ അയാളുടെ ഓർമ്മകൾ, അതായത് ഒരിക്കലും അദ്ദേഹം എന്താ പറയാ ആഗ്രഹിക്കരുതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ആ ഒരു സമയത്ത്, ആ ഒരു അഫെയറിൽ ഏർപ്പെട്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഓർമ്മകളും മറ്റുമൊക്കെ കുഴിച്ചു മൂടുന്നതായിട്ട്, നമ്മുടെ അബോധ മനസ്സിലേക്ക് കുഴിച്ചു മൂടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കുഴിച്ചു മൂടുമ്പോഴാണ് നമുക്ക് നോർമൽ ജീവിതം നമുക്ക് ഉണ്ടാവുക. അതായത് ഒരു മാരേജ് അഫെയർ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അഫെയർ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ചതി പറ്റുന്നു, ആ ചതിയിൽ കുറെ നാൾ അദ്ദേഹം വിഷമിക്കുന്നു, പിന്നീട് ആ ഓർമ്മകളൊക്കെ കുഴിച്ചു മൂടി പിന്നെ വേറൊരു ലൈഫ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോ ആ ഒരു ഓർമ്മകളും മറ്റൊന്നും ആ സമയത്ത് കുറേയധികം വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നോർമൽ ലൈഫിലേക്ക് ആവുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചില ഓർമ്മകളെ നമുക്ക് അബോധ മനസ്സിലേക്ക് കുഴിച്ചു മൂടാൻ സാധിക്കണം. അതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെയാണ്. നിങ്ങൾക്ക് ഇത് പഠിക്കുമ്പോൾ ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടോ? രസമായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്. ചിലർക്ക് ബുദ്ധിമുട്ടാണ് പഠിച്ചെടുക്കാനായിട്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, മിസ്സേ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ മിസ്സേ, നമ്മൾ ഈ റിപ്രഷൻ എന്ന് പറഞ്ഞില്ലേ, ഇത് നമ്മൾ ബോധപൂർവം ചെയ്യുന്ന കാര്യം തന്നെയല്ലേ? അതെ, നമ്മൾ ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഇൻവോൾവ് ആണ് അതിനകത്ത്. നമ്മൾക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് അത്. നമ്മൾ തന്നെ നമ്മുടെ ഉപബോധ മനസ്സ്, അബോധ മനസ്സ് ഉപബോധ മനസ്സ് ഒന്ന് തന്നെയാണ് കേട്ടോ. അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുഴിച്ച് കൂടുന്നുണ്ട്. ഓക്കെ, then നെക്സ്റ്റ് വൺ ആണ് റിഗ്രഷൻ കേട്ടോ. റിഗ്രഷൻ ആണ് കേട്ടോ അടുത്തത്. ഒന്ന് വായിക്കാം. മിസ് ഈ എക്സാമ്പിൾ ഒക്കെ പഠിച്ചു വെക്കണം എന്നുണ്ടാ? പഠിച്ചു വെക്കണം. എക്സാമ്പിളാ ചോദിക്കുക. PDF-ലുള്ളത് അങ്ങനെ തന്നെ ചോദിക്കണം എന്നില്ല, ചോദിക്കാം. പക്ഷെ നിങ്ങൾക്ക് സിറ്റുവേഷൻസ് തന്നിട്ട് ഏത് ഡിഫൻസ് മെക്കാനിസം ആണ് ഇതെന്നാണ് ചോദിക്കുക. മാം ഈ ചിൽഡിഷിന്റെ മീനിങ് എന്താ? എന്താണ്?
ചിൽഡിഷിന്റെ മീനിങ് എന്താ? ചൈൽഡിഷ് ആണ്, ചൈൽഡിഷ്. അതായത് എന്താ പറയാ, കുട്ടികളെ പോലെ പെരുമാറുക എന്നുള്ളതില്ലേ, അതാണ് പറയുന്നത് ചൈൽഡിഷ് ബിഹേവിയർ. വായിച്ചു കഴിഞ്ഞോ? യെസ് മാം. വായിച്ചു മിസ്സേ. ഓക്കെ, മിസ്സേ. വായിച്ചു. അതായത് റിഗ്രഷൻ എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് സ്ട്രെസ്സോ സ്ട്രെയിനോ ഒക്കെ വരുമ്പോൾ ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യും. അതുപോലെ തന്നെ കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് ഈ ഒരു ഡിഫൻസ് മെക്കാനിസം കാണപ്പെടുന്നത്. കുട്ടികളിൽ കണ്ടുവരുന്ന ഡിഫൻസ് മെക്കാനിസം, ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഡിഫൻസ് മെക്കാനിസം ഏതാണെന്ന് ചോദിച്ചാൽ അത് റിഗ്രഷൻ ആണ്. ഓക്കെ, തന്നെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് എക്സാമ്പിൾ പറയുന്നതിന് മുമ്പായിട്ട് വേറൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. അതായത് ഒരു വ്യക്തിക്ക് മുൻപ് ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കിട്ടുന്നില്ല. കിട്ടുന്നതിന് വേണ്ടിയിട്ട് പഴയതുപോലെ ആകാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു വ്യക്തിക്ക് മുൻപ് ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയാണല്ലോ, എനിക്ക് മുൻപ് ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഇപ്പോ എനിക്കത് കിട്ടുന്നില്ല. മുമ്പത്തെ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? പഴയതുപോലെ, ആ സമയത്ത് ഞാൻ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ ആകാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, പിടികിട്ടില്ലത് മനസ്സിലായിട്ടോ? എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് 2 ചെറിയ കുട്ടികളുണ്ട്, ഒരു വീട്ടിൽ 2 ചെറിയ കുട്ടികളുണ്ട്. ഇപ്പൊ നിങ്ങളെ തന്നെ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ടൊന്ന് വിചാരിക്കാം. നിങ്ങളുടെ വീട് എടുക്കാം, നിങ്ങൾക്ക് 1, 2, 3 കുട്ടികൾ ഉണ്ടാവും ചിലപ്പോൾ, അല്ലെ? അപ്പൊ ഞാനിപ്പോ 2 കുട്ടികളുടെ എക്സാമ്പിൾ ആണ് പറയുന്നത്. ഒരു വീട്ടില് 2 ചെറിയ കുട്ടികളുണ്ട്. മൂത്ത കുട്ടിയും ഇളയ കുട്ടിയും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 10 വയസ്സാണ്. ഓക്കെ, അതായത് മൂത്ത കുട്ടിക്ക് 10 വയസ്സുണ്ട്, ഇളയ കുട്ടിക്ക് 1 വയസ്സാകുന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ വിചാരിക്കുക നിങ്ങള്. അപ്പോ ഈ ഒരു ഏജ് ഡിഫറൻസ് കൂടുതലുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ ഇളയ കുട്ടി വരുമ്പോൾ ഇളയ കുട്ടിയോടായിരിക്കും കൂടുതലായിട്ട് താല്പര്യം ഉണ്ടാവുക. നമ്മള് മിക്ക വീടുകളിലും കാണുന്നതാണ്. ചില കുട്ടികള് മൂത്ത കുട്ടികൾക്ക് പ്രിഫറൻസ് കൊടുക്കാറുണ്ട്, അതായത് ഏജ് ഡിഫറൻസ് കൂടുമ്പോൾ കേട്ടോ. കാരണം കുറച്ചും കൂടി മുതിർന്നല്ലോ. കാരണം ഈ ഒരു 10 വയസ്സിന്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ കുട്ടി കുറച്ചും കൂടി മുതിർന്നതാണ്. കുട്ടികൾക്ക് അത്യാവശ്യം കാര്യമൊക്കെ അറിയാം. അപ്പൊ നമ്മള് ഇളയ കുട്ടിക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കും. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. ഇളയ കുട്ടിയാണ് നമ്മുടെ പ്രയോറിറ്റി എങ്കിൽ ആ കുട്ടിയെയാണ് കൂടുതൽ നമ്മൾ കൊഞ്ചിക്കുക, ലാളിക്കുക. കാരണം കുഞ്ഞിതാണല്ലോ. അപ്പോ ഇതൊക്കെ കാണുമ്പോൾ മൂത്ത കുട്ടിക്ക് സ്വാഭാവികമായിട്ട് മനസ്സിന് ഒരു വിഷമം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇത്രയും നാളും ആ ഒരു കുട്ടി മാത്രമായിരുന്നു അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും അവനെ മാത്രമായിരുന്നു സ്നേഹിച്ചിരുന്നത്. പെട്ടെന്നൊരു കുഞ്ഞുവാവ കൂടി വന്നപ്പോൾ അവനിൽ പല കാര്യങ്ങളും, ആ കുട്ടിക്ക് പല കാര്യങ്ങളും കിട്ടാതെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ അവന് ആ മുമ്പത്തെ സ്നേഹം അച്ഛനമ്മമാരിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ കുട്ടി അവൻ എങ്ങനെയാണ് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നത് അതുപോലെ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ ആകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നഖം കടിക്കുന്ന ആ ഒരു ടെൻഡൻസി 10 വയസ്സായ കുട്ടിക്ക് ഉണ്ടാകുന്നു. അതൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ കിടക്കയിൽ കിടന്ന് മൂത്രം ഒഴിക്കുന്നു, ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരു ടെൻഡൻസിയാണ്, അത് ഈ കുട്ടിക്ക് ഉണ്ടാകുന്നു. അപ്പോ ഇങ്ങനെ, അതായത് ആ മുമ്പത്തെ പോലുള്ള സ്നേഹം ആ കുട്ടിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ഞാനിപ്പോ വളരെ ചെറിയ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇപ്പൊ 2 കാര്യം, കിടക്കയിൽ കിടന്ന് മൂത്രം ഒഴിക്കുന്നതും നഖം കടിക്കുന്നതും ഒക്കെ ആ ഒരു പഴയ അറ്റൻഷൻ ഈ കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കുട്ടി ചെയ്യുന്നു. അപ്പൊ ഈ കുട്ടി ഭയങ്കര സ്ട്രെസ്ഡിലാണ്. കാരണം എന്താ, ഇളയ കുട്ടി വന്നേ പിന്നെ ഈ കുട്ടിക്ക് കാര്യമായിട്ടുള്ള ഒരു പ്രിഫറൻസ് കുട്ടിക്ക് കിട്ടുന്നില്ല. അപ്പൊ ആ കുട്ടി തനിയെ തന്നെ ബോധപൂർവം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് പഴയതുപോലെ ആകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് റിഗ്രഷൻ. ക്ലിയർ ആണോ? മാം, എന്റെ വീട് അപ്പൂന്റെ ആ സിനിമയിലെ ഇതിന്റെ ഏകദേശം ഇതുപോലൊക്കെ അല്ലേ?
അതെ അതെ, എന്റെ വീട് അപ്പുവിന്റെ അത് ചൈൽഡ്, അത് നമുക്ക് കാണാൻ പറ്റും. റിഗ്രഷൻ ആണ് അവിടെ നടക്കുന്നത്. നമുക്ക് പലതരം സിനിമകൾ ഉണ്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ആ കുട്ടി എന്തൊക്കെയാ ചെയ്യുന്നത്? ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് പറയാം കേട്ടോ. എന്തൊക്കെയാണ്, ഞാനത് മറന്നുപോയി. സിനിമ കണ്ടിട്ടുണ്ട് പക്ഷെ സിനിമ മറന്നുപോയി എന്താണെന്ന്. എന്തൊക്കെയാണ് ആ ആ കുട്ടി കുഞ്ഞിന്റെ ചെയ്യുന്നത്? ആ ബോട്ടിൽ നിന്ന് പാല് കുടിക്കാൻ ശ്രമിക്കുമ്പോൾ അമ്മ വന്നിട്ട് തല്ലുന്നുണ്ട്. ആ, അമ്മ വന്നിട്ട് തല്ലുന്നുണ്ട് അല്ലേ? ഓക്കെ, അത് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ തരത്തിലുള്ള കാര്യങ്ങൾ ആ കുഞ്ഞ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്? മിസ്സേ ഈ റിഗ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനുവേ നമ്മളതിപ്പോ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും മിസ്സേ പറയുന്നത്? എന്താണ് റിഗ്രഷൻ എന്ന് ചോദിക്കുമ്പോൾ? അതായത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ചൈൽഡിഷ് ആയി ബിഹേവ് ചെയ്യും. ഒന്നുകൂടെ പറഞ്ഞു മിസ്സേ. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങള് ഒരാളുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ ചൈൽഡിഷ് ബിഹേവിയർ കാണിക്കുന്നു. അതാണ് ഈ ഒരു ഒന്നും കൂടെ പറയാം മിസ്സേ. ഒന്നും കൂടി പറയാം. അതായത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ലൈഫിൽ ഉണ്ടാകുമ്പോൾ ചൈൽഡിഷായി ബിഹേവ് ചെയ്യുന്നു. ഒന്നുകൂടെ പറയോ? ട്രെയിൻഫുൾ ആയിട്ടുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ചൈൽഡിഷായി ബിഹേവ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഇതിന് എന്ത് പറയാം? നിങ്ങൾ തിളക്കം സിനിമ കണ്ടിട്ടുണ്ടോ? ആ മാം കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ആ ആക്ട്രസ് ഭാവന ഒക്കെ ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോഴാണ് ദിലീപിന്റെ ഓർമ്മ പോകുന്നത് അല്ലെ? അങ്ങനെയല്ലേ ആ ഒരു തിളക്കം എന്ന് പറയുന്ന സിനിമ? ദിലീപിനല്ലേ മാം ആക്സിഡന്റ് പറ്റുമ്പോ അങ്ങനെ ആവുന്നത്? ദിലീപിനാണോ ആക്സിഡന്റ് പറ്റുന്നത്? എനിക്ക് കറക്റ്റ് ആയിട്ട് അല്ല, ഭാവനയ്ക്ക് ആക്സിഡന്റ് കണ്ടിട്ട് ഷോക്ക് ആവുന്നതാണ്. കണ്ടു നിൽക്കുമ്പോൾ ഷോക്ക് ആയിട്ടാണ് പിന്നീട് ദിലീപിന് ആ ഒരു ചൈൽഡിഷ് ബിഹേവിയർ അതിനകത്ത് വരുന്നത്. അത് നമുക്ക് റിഗ്രഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. മുതിർന്നവരുടെ കാര്യം എടുത്താൽ, കുട്ടികളുടെ കാര്യത്തിലാണ് ഞാൻ നേരത്തെ ഇപ്പൊ അമൃത പറഞ്ഞ പോലെ എന്റെ വീട് അപ്പൂജ എന്ന് പറയുന്ന സിനിമ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്? ക്ലിയർ ആണ്. ഓക്കെ. ഈ റിഗ്രഷന് വരുന്നതേ ഈ നമ്മൾ സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഈ ബിഹേവിയർ ലെവല് കുട്ടികളെ പോലെ ആവുക എന്നല്ലേ പറയുന്നത്? അതെ, കുട്ടികളെ പോലെ ആകും അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ വരുമ്പോൾ. കാരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൂത്ത കുട്ടിയും ഇളയ കുട്ടിയും, 2 കുട്ടികൾ ഉണ്ടാവുമ്പോൾ മൂത്ത കുട്ടിക്ക് ഇത് കണ്ട് ആ കുട്ടി കൂടുതൽ സ്ട്രെസ്ഫുൾ ആവുക ചെയ്യുന്നത്. കാരണം ഇളയ കുട്ടിക്ക് മാത്രം എല്ലാം കൊടുക്കുന്നു, എല്ലാരും എനിക്ക് പണ്ട് കാലത്ത് കിട്ടിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇളയ കുട്ടിക്ക് മാത്രമാണ് കിട്ടുന്നത്, എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരു കുട്ടിക്ക് സമ്മർദ്ദം ഉണ്ടാവുകയാണ്, മനസ്സിന് സ്ട്രെസ് ഉണ്ടാവുകയാണ്. അപ്പോഴാണ് കുട്ടി ചൈൽഡിഷ് ബിഹേവിയറിലേക്ക് പോകുന്നത്. കുട്ടിക്കാലത്ത് വളരെ കുഞ്ഞിലെ ആ കുട്ടി എന്താണ് ചെയ്തിരുന്നത് അക്കാര്യങ്ങൾ വീണ്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ. അല്ല മിസ്സേ, ഈ പ്രായമായവരില് ഇങ്ങനെ ഒരു സ്വഭാവം വരില്ലേ? പ്രായമായവരില് അതൊക്കെ എങ്ങനെയാണ് തോന്നിയത്? എങ്ങനെയാണ്? അപ്പൊ കൊറേ പ്രായമാകുമ്പോ കുട്ടികളെ പോലെ അവര് ബിഹേവ് ചെയ്യൂലേ? അത് ഇതിനോട് അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതൊരു പൊതു സ്വഭാവമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ.
കാരണം പ്രായമായവരെല്ലാവരും കുറച്ച് അത് അറിയാണ്ട് ചെയ്തു എടാ, പോകുന്നതല്ലേ. പ്രായമായവരെല്ലാവരും പൊതുവെ എല്ലാ പ്രായമായവരും ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും അവരിങ്ങനെ തന്നെ എല്ലാ കുടുംബത്തിലും. പക്ഷെ അത് അവരുടെ ഒരു സ്വഭാവത്തിൽ വരുന്ന മാറ്റമാണ്. ഇത് നമുക്ക് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പം അവിടെ നമ്മുടെ സ്വഭാവത്തിൽ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഒരു മാറ്റമാണിത്. അല്ലേ മിസ്? അങ്ങനല്ലേ അതെ അത്? അതെ അതെ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതല്ല പ്രായമായവരുടെ ആ ഒരു സ്വഭാവ വ്യത്യാസം നമ്മൾ റിഗ്രഷനുമായിട്ട് കണക്ട് ആക്കാൻ പറ്റില്ല. ഓക്കെ, അടുത്തതാണ് നെഗറ്റിവിസം. റീഡ് ചെയ്യാം കേട്ടോ. നെഗറ്റിവിസം. അഖില ഒന്ന് പറയാട്ടോ, എന്താണ് വായിച്ചിട്ട് മനസ്സിലായത് നെഗറ്റിവിസം? മിസ്സേ, എനിക്ക് ഇത് വായിച്ചിട്ട് ഒന്നും മനസ്സിലായില്ല മിസ്സേ. ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് കുറെ വാക്കുകൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അത് തന്നെ ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കുമായിരുന്നു, എനിക്ക് പിടികിട്ടിയില്ലല്ലോ എന്ന്. അതായത് ഇതിനകത്ത് കുറച്ച് പാടാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തരുന്നത് എക്സാമ്പിൾ സഹിതം. അത് നിങ്ങൾക്ക് പിടികിട്ടിയോ? ആദ്യത്തെ ക്ലാസ്സിൽ ചില മനുഷ്യര് ചില സിറ്റുവേഷൻസ് വളരെ നെഗറ്റീവായിട്ട് എടുക്കുന്നു എന്നുള്ളതാണോ മിസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെ അതെ, അതായത് ഞാൻ തന്നെ പറഞ്ഞു തരാം. അതായത് ചില ആളുകളുണ്ട് എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് കാണുന്ന ആളുകൾ, അല്ലെ? എല്ലാ കാര്യവും, എന്ത് കാര്യം എടുത്താലും അവരതിനകത്തൊരു നെഗറ്റീവ് കണ്ടുപിടിക്കും. ഓക്കെ, ഇപ്പൊ നല്ലൊരു കാര്യം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനകത്ത് നെഗറ്റീവ് പറയുന്ന ആളുകൾ ഉണ്ടാവാം. നമ്മളിപ്പോ ക്ലാസ്സിൽ പരസ്പരം ഞാനും നിങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അതിങ്ങനെയല്ലേ, അതിങ്ങനെയാണോ, അതിങ്ങനെ തന്നെ വരാവൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ചില ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ ചില ആളുകളെ നമുക്ക് നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം സൃഷ്ടിച്ചതാണെന്ന് നമുക്ക് ചില സാഹചര്യങ്ങളിൽ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു അല്ലെ? അതായത് നമ്മുടെ യൂണിറ്റ് 1 ഉണ്ട്, പാർട്ട് 1 യൂണിറ്റ് 1, മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചായിരുന്നോ? അത് പഠിച്ചായിരുന്നല്ലോ മാം. പഠിച്ചായിരുന്നു. ഞാനല്ലല്ലോ എടുത്തത്, ജിഷ മാം എടുത്തിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പോ. അതായത് ലൈഫിൽ ഒരു ഹോപ്പും ഇല്ലാത്ത ചില വ്യക്തികളുണ്ട്, ഒരു പ്രതീക്ഷയില്ല, എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് കാണുന്നു, അത് ചാലഞ്ചസ് ഏറ്റെടുക്കാനായിട്ട് തയ്യാറല്ല, റിസ്ക് ഏറ്റെടുക്കാനായിട്ട് തയ്യാറല്ല, കല്ല് പോലെ നിൽക്കും. എന്ത് വന്നാലും എന്ത് കണ്ടാലും കല്ല് പോലെ നിൽക്കുന്ന ഒരു സ്വഭാവ പ്രകൃതിയുള്ള ആളുകളുണ്ട്. പിന്നെ ഇൻസൾട്ടിങ് ബിഹേവിയർ ആയിരിക്കും ഇവർക്ക്, കളിയാക്കുന്ന സ്വഭാവങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കളിയാക്കുകയും മറ്റുള്ളവരുടെ നെഗറ്റീവ് കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ ചാലഞ്ചസ് ഒന്നും ഏറ്റെടുക്കാൻ തയ്യാറാകാതെ അവിടെ തന്നെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെയുള്ള നെഗറ്റീവ്സും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് മനസ്സിനെ സ്വയം ആശ്വസിപ്പിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അവർക്ക് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാലാണ് മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ മനസ്സ് സന്തോഷിക്കപ്പോഴാണ് മറ്റുള്ളവരുടെ നെഗറ്റീവ് കണ്ടെത്തുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുമ്പോഴുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ആണ് നെഗറ്റീവിസം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ ചുറ്റിനും ചില ആളുകൾ ഇത്തരത്തിലുണ്ട്. നമുക്കറിയാവുന്ന സൂക്ഷ്മമായിട്ടൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി. എപ്പോഴും നമ്മളിൽ നെഗറ്റീവ് കണ്ടെത്തുന്ന ആളുകൾ ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എപ്പോഴും നിങ്ങളുടെ നെഗറ്റീവ് പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, എപ്പോഴും നിങ്ങളെ കളിയാക്കുന്ന ഞങ്ങളുടെ നെഗറ്റീവ് എന്നല്ല മിസ്സേ, ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. കാരണം ഞങ്ങളുടെ ഒരു കൂട്ടുകാരിയാണ് ഒരു ചേട്ടന്റെ വൈഫുവാ. നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ ആരംഭിച്ചാലും അവൾ അതിനൊരു മുടക്കവേ പറയത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരാളോട് മിണ്ടിക്കഴിഞ്ഞാൽ അവിടെ കൂടെ പോകുമ്പോൾ നമ്മളിപ്പോ നമ്മുടെ ഒരു കൂട്ടുകാരോട് മിണ്ടി ഉടനെ പറയടി അവളോട് എന്തിനാ നീ മിണ്ടിയേ, അവള് ശരിയല്ല, അവളോട് മിണ്ടേണ്ട കാര്യമില്ല, അവൾക്ക് ഭയങ്കര ജാടയാ.
ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ ഞാൻ പറയുവെടി, നമ്മൾ അവരോട് ഇടപെടുമ്പോഴല്ലേ മനസ്സിലാവത്തുള്ളൂ. എന്നെ കണ്ടാലേ എനിക്ക് ഇച്ചിരി ഹൈറ്റും സൈസും ഒക്കെ ഉണ്ട്. അപ്പം എന്നെ കണ്ടാൽ പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് തോന്നും, അയ്യോ ഇവള് ആളൊരു ഭയങ്കരിയാണല്ലോ എന്ന് തോന്നും. അങ്ങനെ ഞാനാണെങ്കിൽ അഗ്രികൾച്ചറിന്റെ ഒരു 6 മാസത്തെ ഒരു കോഴ്സ് ചെയ്തായിരുന്നേ. അപ്പൊ ഞങ്ങൾക്ക് അവിടെ പഠിപ്പിക്കാൻ വന്നതിന്റെ, ഞങ്ങൾക്ക് അവിടെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു മേഡം ഉണ്ട്, വിജയകുമാരി എന്ന് പറഞ്ഞ. അപ്പൊ ആ ചേച്ചി 6 മാസത്തെ കോഴ്സിന്റെ ഇടയ്ക്ക് ഒരു 4 മാസമൊക്കെ ആയപ്പോ എന്നെ ഭയങ്കര അവരുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ, അഖിലേ മോളെ ഞാനൊരു കാര്യം പറയട്ടെടി, നിന്നെ ആദ്യമായിട്ട് വന്ന് നിന്റെ ഇരിപ്പും നിന്റെ തലയെക്കെട്ടും ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് നീ അയ്യോ ഇവള് മിക്കവാറും എന്നെയും കൂടെ അടിച്ചിട്ടായിരിക്കും ഇവിടുന്ന് പോകുന്നേന്ന് വിചാരിച്ചെന്ന്. പക്ഷെ നിന്നോട് അടുത്ത് ഇടപെട്ടപ്പോഴേ നിന്റെ സ്വഭാവം മനസ്സിലായെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ ചിലരെ കാണുമ്പോ തന്നെ ഒരു കാഴ്ചയിൽ ഒരു വ്യക്തിയെ ആണെങ്കിലും ഒരു സാഹചര്യത്തെ ആണെങ്കിലും അവര് നെഗറ്റീവായിട്ട് മാത്രമേ കാണത്തുള്ളൂ. എന്തിലും ഒരു കുറ്റം കണ്ടുപിടിക്കും. അങ്ങനെയുള്ളവര് ഞങ്ങളുടെ ഒക്കെ ചുറ്റും ഉണ്ട് മിസ്സേ, ഒരുപാട് പേര്. ഒരുപാട് പേരുണ്ട് അല്ലെ? എല്ലാവരുടെയും ചുറ്റിലുണ്ടാവും ഇത്തരത്തിലുള്ള ആളുകൾ. അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ പ്രധാന ഹോബി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ നെഗറ്റീവ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവരെ കളിയാക്കുക, എപ്പോഴും എന്തിനു കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അത്തരത്തില് മനസ്സിനെ ഒരു ആശ്വാസം കണ്ടെത്തുന്നവരാണ് എന്ത്, ഈ നെഗറ്റീവ് തോട്ടുള്ളവര്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസത്തെ നമുക്ക് നെഗറ്റീവിസം എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെ ഇന്ന് എടുത്താൽ മതി. അടുത്തത് ഒരു 3 എണ്ണം കൂടി ഉണ്ട് ഡിഫൻസ് മെക്കാനിസം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോ ആരെങ്കിലും ഒരാളൊന്ന് ഒരു ആക്ഷൻ സോങ് ചെയ്യാം കേട്ടോ. ഞാനൊന്നും ചെയ്യിപ്പിക്കാറില്ല നിങ്ങളെ, ഇതൊക്കെ ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ആക്ഷൻ സോങ് ചെയ്യാം കേട്ടോ. അതാ ചെയ്യാം. നിങ്ങൾ ആക്ഷൻ സോങ് ഒന്നും ചെയ്യാറില്ലേ ക്ലാസ്സുകളില്? മാം എന്താണ് അടുത്ത ക്ലാസ്സിൽ മിണ്ടാതിരിക്കുന്ന എല്ലാവരും? ഇപ്പൊ പ്രിപ്പയർഡ് അല്ല, അടുത്ത ക്ലാസ്സിൽ ചെയ്താൽ മതിയോ? എന്താണ്? ക്ലാസ്സിൽ എല്ലാരും മിക്കപ്പോഴും ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ആരും ഇപ്പൊ ഞാനടക്കം ആരും പ്രിപ്പയർഡ് അല്ല എന്ന് തോന്നുന്നു. മേ ബി അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് മിസ് ചോദിച്ചപ്പോഴേ ആരും ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ടാണ് ആരും റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്തിട്ട് വരുമെന്നാ? ആ യെസ് മാം ഇംഗ്ലീഷ് മാത്രമേ ചെയ്യാമോ, മലയാളം ചെയ്യാമോ? എന്താണ്? ഇംഗ്ലീഷ് മാത്രം ചെയ്താൽ മതിയോ അതോ മലയാളവും ചെയ്യാൻ പറ്റുമോ? അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഒരു റോൾ പ്ലേ കൂടി ചെയ്യാം. ഏതെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ട് റോൾ പ്ലേ ചെയ്യാം, 2 or 3 പേര് ചേർന്നിട്ട്. ഇതൊക്കെ ചെയ്തിട്ട് വരെ, ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ റെഗുലർ ആയിട്ട് നടക്കേണ്ടതാണ്. ഇതൊക്കെ ആക്ഷൻ സോങ്ങും റോൾ പ്ലേയും ഒക്കെ ഞാൻ പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ ഞാനത് വിട്ടു പോവാറാണുള്ളത്, പറയാറേ ഇല്ല. ഇന്നാണ് അത് ഓർമ്മ വന്നത് കേട്ടോ. അപ്പൊ അതിന് തയ്യാറായിട്ട് വരിക അടുത്ത ക്ലാസ്സിൽ കേട്ടോ. അടുത്ത ക്ലാസ് അടുത്ത വെനസ്ഡേ ആണ് എന്റെ. അപ്പൊ ആ സമയത്തിനുള്ളിൽ ആക്ഷൻ സോങ്. മാം ഒരു ഡൗട്ട് ഉണ്ട്, നമുക്ക് സെമിനാർ സെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? സെമിനാർ സെക്ഷൻ നമുക്ക് ഇപ്പൊ ഉണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും പറയുന്നത്. ചിലപ്പോ ഉണ്ടാവും. PG-കാരെ കൊണ്ട് സെമിനാർ ചെയ്യിപ്പിക്കാറുണ്ട് ഞങ്ങള്. ഈ ക്ലാസ്സിൽ ഇതുവരെ, ഡിപ്ലോമയുടെ ക്ലാസ്സിൽ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആണ്, ചെയ്യുവാണെങ്കിൽ നല്ലതാണ് കുറച്ചും കൂടി. അതുപോലെ സെമിനാർ സെക്ഷനും അതുപോലെ നമ്മുടെ ക്ലാസ്സിൽ ഇതുവരെ ഒരു ഡിബേറ്റ് പോലെ നടത്തിയിട്ടില്ല. കാരണം കുറച്ചുകൂടി നമ്മുടെ ക്ലാസ്സിലെ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ ഡിബേറ്റും അതുപോലെ സെമിനാർ സെക്ഷനും നടത്തുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നല്ലതായിരുന്നു. അത് ഏതാണ് ടോപ്പിക്, ഏതാണ് തരേണ്ടത് നിങ്ങൾക്ക്? നമ്മൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണോ? നമ്മൾ പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടത് തരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതാകുമ്പോ എല്ലാരും കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് മിങ്കിൾ ആകുമായിരിക്കും എന്ന് തോന്നുന്നു. ഇതെങ്ങനെയാണ് അത് നിങ്ങൾ പ്ലാൻ ചെയ്യുക? നിങ്ങളിപ്പോ ഞാൻ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു, ഇപ്പൊ ഞാനിപ്പോ ഏതൊക്കെ ചാപ്റ്റർ എടുത്തു, ഹെൽത്ത് കെയർ എടുത്തു, ലാംഗ്വേജ് ഡെവലപ്മെന്റ് എടുത്തു, ഇപ്പോ ഡിഫൻസ് മെക്കാനിക്സ് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോ എന്റെ ക്ലാസ്സിലാണ് നിങ്ങൾക്കത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് പ്ലാൻ ചെയ്യുക. ഏത് വിഷയവുമാണ് ഡിബേറ്റ് ആയിട്ട് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്, ഈ സെമിനാർ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്, നിങ്ങൾ തന്നെ 3-4 പേര് തമ്മിൽ പ്ലാൻ ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ മാം. അല്ല, ഞാൻ ചോദിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി DLED പഠിച്ചാണ്, ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ പഠിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കോഴ്സിന്റെ ഒരു 6 month കഴിയുമ്പോൾ
അതിനകത്ത് ഇതുപോലെ ഒരു സെമിനാർ സെക്ഷൻ വെക്കും. മന്ത്ലി വൺസ് സെമിനാർ ഉണ്ട്. സെമിനാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീക്ക്ലി വൺസ് ഒരു ഡിബേറ്റ് സെക്ഷനും കൂടി ഉണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ ടീച്ചിങ് ബേസ് ആകുമ്പോൾ അതില് നമുക്ക് ഉണ്ടാവുമല്ലോ. നമുക്ക് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഞങ്ങൾ PG സ്റ്റുഡൻസിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കാറ്, ഡിപ്ലോമയെ കൊണ്ട് ചെയ്യിപ്പിക്കാറ്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും അത് ചെയ്യാം. അരുണിമ മോള് തന്നെ ഇതിനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യൂ കേട്ടോ. മാം ഇത് മിക്സഡ് ക്ലാസ് ആണ്, PG ഉണ്ട് ഡിപ്ലോമ ഉണ്ട്, അങ്ങനെയാ ഇത്? എന്താണ് മാം ഇതിലെ മിക്സ്ഡ് ക്ലാസ് ആണിത്. അതെനിക്ക് മനസ്സിലായി. അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. സെമിനാർ ഡിബേറ്റ് ഒക്കെ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. PG സ്റ്റുഡൻസിന് എന്ന് പറഞ്ഞാല് അത് ഞാൻ പ്രത്യേകം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആർക്ക് വേണമോ ചെയ്യാം. ഓക്കെ. അപ്പൊ അരുണിമ അതൊന്ന് കോർഡിനേറ്റ് ചെയ്യാം. പെട്ടെന്ന് ചെയ്യണമെന്നല്ല, സമയം എടുത്ത് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു ദിവസം ക്ലാസ്സിന് പ്രിപ്പയർ ആണെന്നൊന്ന് പറയാം. ഓക്കെ, നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യാതെ അങ്ങനെ ചെയ്താൽ മതി. സമയം എടുത്തിട്ട്. അപ്പൊ അരുണിമ ആയിട്ടൊന്ന് നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാവരും കേട്ടോ? കേട്ടു. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ അരുണിയുമായിട്ട് കോപ്പറേറ്റ് ചെയ്തൊന്ന് പ്ലാൻ ചെയ്യാം. നമ്മൾക്ക് നല്ലൊരു സെഷൻ, നമുക്ക് നല്ലതാണ് അത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ സ്റ്റഡീസിനും നമ്മൾ ഒരു കാര്യവും ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. ഒരു സെമിനാർ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിബേറ്റ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ വിഷയം പിന്നെ പഠിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അതൊരു ബെനിഫിറ്റ് ഉണ്ട് അതിന്. അല്ലേ അരുണിമ? ശരിയാണോ പറഞ്ഞേ? യെസ് മാം. ഓക്കെ, ദെൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരാണ് സൈൻ ഔട്ട്? സൈൻ ഔട്ട് ആരും ഇല്ലേ? ഉണ്ടായിരുന്നു മാം, ജെറുഷ ആയിരുന്നു കോർഡിനേറ്റർ. അപ്പൊ ഇന്ന് ആരാണ് ജെറുഷ? ജെറുഷ പോയി തോന്നുന്നു. മിസ് ഇല്ല മിസ്, ഞാൻ ഇവിടെ ഉണ്ട് മിസ്. ആ ബിനിരാജ് ആരാണ്? ബിനിരാജു ഉണ്ടോ? ബിനിരാജു. വിനീത. എന്നോട് പറഞ്ഞു, പക്ഷെ ഞാൻ പ്രിപ്പയർഡ് അല്ല മാം. ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല. റോഷ്നിയാണോ പറയുന്നുണ്ടോ? പറയാം മാം. ഗുഡ് മോർണിംഗ് മാം. മാം ഇന്ന് ക്ലാസ് എടുത്തത് ഡിഫൈൻ മെക്കാനിസത്തിന്റെ കുറച്ച് പോർഷൻസ് ആയിരുന്നു. എല്ലാം ഞങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്ന വിധത്തിലായിരുന്നു മാം ഇന്ന് ക്ലാസ് എടുത്തത്. വളരെ പാടുള്ള പോർഷൻ ആയിരുന്നു, എങ്കിലും എല്ലാവരും അത് ഗ്രാസ്പ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നന്നായിട്ട് ക്ലാസ് എടുത്ത അശ്വതി മാമിനോട് താങ്ക് യു പറഞ്ഞുകൊണ്ട്, അതുപോലെ ഇത്രയും നേരം ശ്രദ്ധിച്ച് റിയാക്ട് ചെയ്ത് എല്ലാവരോടും ഉള്ള താങ്ക്സ് പറയുന്നു. ഒട്ടും പ്രിപ്പയർഡ് അല്ല, അതിന്റെ കുറവുകളൊക്കെ ഉണ്ടെന്ന് അറിയാം. എന്നാലും താങ്ക് യു മാം ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. പ്രിപ്പയർഡ് അല്ലെങ്കിലും ധൈര്യം കാണിച്ച് കോൺഫിഡൻസോടുകൂടി പറഞ്ഞല്ലോ, അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഓക്കെ, എന്ത് പറഞ്ഞാലും എന്ത് ചോദിച്ചാലും ധൈര്യത്തോടെ വന്ന് സംസാരിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ താങ്ക് യു മാം. താങ്ക് യു മാം. Thank you.